ദേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? ചട്ടികളുടെ ഈ ഒരു മായാലോകം ഇതിനു മുമ്പ് ഇതേപോലെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാ പോരേട്ടോ. ചാലിശ്ശേരി വാണിഭം കാണാത്തവരുണ്ടെങ്കിൽ ദേ കണ്ടോളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇത്രയും വലിയൊരു ഗ്രൗണ്ടിൽ ഇതുപോലൊരു കാഴ്ച ഇതിനു മുമ്പ് നിങ്ങൾ മറ്റെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആ മനോഹരമായ കാഴ്ചകളിലേക്ക് കടന്നല്ലോ. വാ, വീഡിയോയിലേക്ക് വാ. ഹായ്, അമൃതസ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് 1 ചാലിശ്ശേരി പൂരമായിരുന്നു. അപ്പോൾ പൂരത്തിന് ഞാൻ പോയില്ല. തലേ ദിവസം വൈകുന്നേരം അമ്പലത്തിൽ തൊഴാനും വാണിഭത്തിനുമായിട്ട് പോയി. അപ്പോൾ എന്താണ് വാണിഭം എന്നല്ലേ? അത് ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ ചാലിശ്ശേരി പൂരത്തിൻ്റെ തലേദിവസം വാണിഭം നടക്കാറുണ്ട്. അതായത് കച്ചവടം പല ഐറ്റംസും ഉണ്ടാവും കേട്ടോ. പണ്ട് കാലത്ത് ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. നാൽക്കാലികൾ വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് ഇപ്പോൾ ഉള്ള ഐറ്റംസ് നിങ്ങൾ നേരിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ചാലിശ്ശേരി പൂരത്തിൻ്റെ തലേദിവസം വാണിഭത്തിന് പോകുന്നത്. അത് കുട്ടനാട് ഇപ്പോൾ താമസമാക്കിയപ്പോൾ പോവാം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കുന്നു എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പോയി കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതേപോലെ പണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനൊക്കെ വ്യത്യാസപ്പെട്ടു. കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്രയും ഐറ്റംസ് ഒന്നുമില്ല ഇപ്പോൾ. പിന്നെ ഇവിടെ മെയിൻ ഉള്ളത് സ്രാവാണ്. അന്നാണ് സ്രാവ്, വലിയ സ്രാവ്, കൊമ്പൻ സ്രാവുകളൊക്കെ പിടിച്ചുകൊണ്ട് വെച്ചിട്ട് നല്ല ആദായത്തിന് വിൽക്കും. അതായത് നമ്മൾ എന്താ പറയുക, പുലർച്ച, അതായത് 2 മണി 3 മണിക്കൊക്കെയാണ് റേറ്റ് നല്ലോണം കുറഞ്ഞ് നമുക്ക് മീനുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടുക. അതായത് ലേലം ചെയ്ത് കിട്ടുന്ന പോലെ ആണ് പുലർച്ച. സന്ധ്യ നേരത്താണ് ഞങ്ങൾ പോയത് കേട്ടോ. പക്ഷേ അപ്പോൾ ആ നേരത്ത് സാധാരണ കച്ചവടം പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്താണെങ്കിലും പുറത്തുള്ള വിലയും കാട്ടി കുറവിലാണ് അവിടെ കച്ചവടം നടക്കുന്നത്. ചട്ടികളുടെ, മൺപാത്രങ്ങളുടെ ഒരു മായാലോകം തന്നെയായിരുന്നു കേട്ടോ. ഇത്രയും ചട്ടികൾ, അതായത് മണ്ണിലുണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും ഇത്രയും അധികം ഞാൻ കാണുന്നത് ഇവിടെയാണ് കേട്ടോ. അത്രയ്ക്കധികം ഉണ്ടായിരുന്നു. ചാലിശ്ശേരി ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അത്രയും വലിയ ഗ്രൗണ്ടാണ്. കഴിഞ്ഞ സരസ്മേള നടന്നതും ഈ ചാലിശ്ശേരി ഗ്രൗണ്ടിലാണ് കേട്ടോ. അപ്പോൾ ഈ ചാലിശ്ശേരി പൂരം എന്ന് പറയുന്നത് ഒത്തിരി പേർക്കറിയാം. കാരണം അത്രയും കേൾവിയുള്ള പൂരമാണ്. ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നതാണ്. അവിടുത്തെ വെടിക്കെട്ട് കാണാനാണെങ്കിലും ആനപ്പൂരാണെങ്കിലും ഈ വാണിഭത്തിനാണെങ്കിലും ഒത്തിരി ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂരം കേമമാണ്. ആനകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പൂരത്തിന് പോയിട്ടില്ല. പൂരത്തിന് പോകാൻ പറ്റിയ ഒരവസ്ഥയിലല്ല ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേദിവസം പോയിട്ട് മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പുറത്ത് പോയി വന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ വാണിഭമൊക്കെ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒത്തിരി ബുദ്ധനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പക്ഷേ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. ജസ്റ്റ് കാണാൻ പോയി, കുറച്ച് നേരം ഒന്ന് റൗണ്ട് ചെയ്ത് കണ്ടു. അമ്പലത്തിൽ പോയി തൊഴുതു. അതേപോലെ അവിടെ മേളം ഉണ്ടായിരുന്നു, അത് കുറച്ച് നേരം കണ്ടു പോന്നു. അത്ര നേരെ നിന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ വാണിഭം എന്താണെന്ന് അറിയാനും കാണാനും ഒരു അവസരം ഒരുക്കിയതാണ്. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിലും ഓരോ കൊല്ലവും ഉണ്ടാവുന്ന ഡിഫറൻസിനെ കുറിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ വാണിഭം കാണാൻ പോകുന്നത് കേട്ടോ. ഇനി അവിടെയുള്ള മറ്റൊരു ഐറ്റം കത്തി, വെട്ടുകത്തി, അരിവാള്, അതിൽ പെടുന്ന ഒട്ടനവധി ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതും ഇതേപോലെ തന്നെ ഒത്തിരി ഉണ്ട്. ഞാൻ എൻ്റെ ക്യാമറയിൽ പതിയാത്ത ഒരുപാട് സ്ഥലത്തുള്ള ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇതന്നെ, അതായത് ചട്ടിയാണെങ്കിലും ഈ വെട്ടുകത്തിൽ പെടുന്ന ഐറ്റംസ് ആണെങ്കിലും ഒരുപാടുള്ള കാരണം ഫോണും പിടിച്ച് എല്ലായിടത്തേക്കും നടന്നിട്ടില്ല. ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ പച്ചക്കറികളൊക്കെ ഇച്ചിരി കുറവായിരുന്നു. പക്ഷേ ഇതാണ് കൂടുതലുള്ളത്. പിന്നെ അങ്ങോട്ട് ചെല്ലും തോറും നിങ്ങൾക്ക് കാണാം. പിന്നെ മീനിൻ്റെ ഒരു മേള തന്നെയായിരുന്നു. മാങ്ങ, മൂവാണ്ടൻ മാങ്ങ കിലോ 40 ഉണ്ട്. നല്ല പഴുത്ത് വന്നത് 60 രൂപയുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്തും മാറ്റമുണ്ട്. 40 കിലോ 40 ഉണ്ട്, കിലോ 30 ഉണ്ട്, 50 ഉണ്ട്, 60 ഉണ്ട്. പഴുത്തതിന് 60 അല്ലെങ്കിൽ 50. അപ്പോൾ ഓരോ സ്ഥലത്തും മാറ്റമുണ്ട് കേട്ടോ. കച്ചവടം പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് നേരം വെളുക്കാറാകുമ്പോഴത്തേനും റേറ്റ് പിന്നെയും കുറയും. അതാണ്. അപ്പോൾ രാത്രി, അതായത് ഒത്തിരി ഇരുട്ടിയിട്ടാണ് കേട്ടോ. അതായത് പുലർച്ചയും പാതിരാത്രിയൊക്കെയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. എത്ര ജനങ്ങളാണെന്നറിയോ? ഗ്രൗണ്ട് അത്രയും വലിയതായ കാരണം നമുക്ക് ഇങ്ങനെ ഫോണിൽ അറിയാത്തത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്രയ്ക്കധികം ജനങ്ങളുണ്ട്. പക്ഷെ അത്രയും വലിയ ഗ്രൗണ്ടായ കാരണം നമുക്ക് എത്ര ജനങ്ങൾ വന്നാലും അവിടെ നിൽക്കാനുള്ള സ്ഥലമുണ്ട്.
ഇതല്ല കേട്ടോ, ഇരുട്ടും തോറും ഞങ്ങൾ വരുമ്പോൾ തന്നെ ബസ് സ്റ്റോപ്പിൽ ഓരോ ബസ് പോകും തോറും ആ ബസ്സിൽ ഫില്ലായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ചാലിശ്ശേരിക്ക് ആൾക്കാർ കയറുന്നത്. അടുത്ത ബസ്സിലും ഫില്ലാവണം. അതായത് ഓരോ ബസ് വരുമ്പോഴത്തേനും ഓരോ ബസ് പോകുമ്പോഴത്തേനും ആ ബസ് സ്റ്റോപ്പ് നിറയാണ്. അത്രയ്ക്കധികം ആൾക്കാർ, ഇപ്പോൾ വണ്ടിയുള്ളവർ മാത്രമല്ലല്ലോ, വണ്ടി ഇല്ലാത്തവർ ബസ്സിൽ വരുന്ന ആൾക്കാർ ഞെരിഞ്ഞിട്ടാണ് കേട്ടോ ബസ് വന്നിറങ്ങുന്നത്. അത്രയും തിരക്കായിരുന്നു. അതേപോലെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ 8:30 ആയിട്ടുണ്ട്. പക്ഷേ 8:30 തൊട്ടിട്ട് ഞങ്ങൾ കുറേ നേരം നിന്നു, ബസ്സുകളൊന്നും കിട്ടാനില്ല. എന്നിട്ട് ലാസ്റ്റ് ഓട്ടോ വിളിച്ച് പോവുക ചെയ്തത്. പിന്നെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ പുറത്തേക്ക് കടന്നതും ജസ്റ്റ് ഒരു ബസ് പോയിട്ടാണ്. പിന്നെ ബസ് കാത്തിട്ട് കുറേ നേരം നിന്നു, ബസ്സും കിട്ടിയില്ല. ഓട്ടോ നോക്കിയിട്ട് ഓട്ടോയും കിട്ടിയില്ല. അവിടെ നിർത്തിയിട്ട വണ്ടികളുമില്ല. ഒക്കെ ആൾക്കാർ വന്ന വണ്ടികളാണ്. അത് നമ്മൾ വിളിച്ചാൽ വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുട്ടും തോറും പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാവും. ലാസ്റ്റ് ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു വീട്ടുകാരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലിയും കൂടെ പോയി. കാരണം അവർ നമ്മളവിടേക്കാണ്, പിന്നെ അടുത്ത വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോവുക ചെയ്തത്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ സന്ധ്യ ആകുമ്പോഴത്തേന് തന്നെ വന്നത്. എന്നിട്ടേ ഞങ്ങൾ റോഡിൽ കുറേ നേരം നിന്ന് വണ്ടി കിട്ടാനായിട്ട്. അപ്പോൾ ഇരുട്ടും തോറും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വണ്ടിയുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല, നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ വണ്ടികളും ഓട്ടം പോകുമല്ലോ, പിന്നെ വിളിച്ച വണ്ടി കിട്ടാനില്ല. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ രാത്രിയാകുമ്പോൾ സാധാരണ പണ്ട് തൊട്ടിട്ടേ ആൾക്കാർ നടന്നാണ് പോകാറ്. ഞങ്ങളവിടേക്ക് ഏകദേശം ഒരു 3 കിലോമീറ്ററാണ് കേട്ടോ ഉള്ളത്. റിങ് എറിഞ്ഞ് വേവിച്ചാൽ ഗ്ലാസ് ജാറും 2 ഫിഷും സ്വന്തം ചേട്ടന് കിട്ടിയിട്ടോ. കുറേ നേരം ട്രൈ ചെയ്തു. രണ്ടാമത്തെ ട്രിപ്പിലാണ് ചേട്ടന് കിട്ടിയത്. കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് നടന്നു വരുന്നവരും ഉണ്ട് കേട്ടോ. അതൊരു രസമാണ്, എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞ് നടക്കാനായിട്ട്. വർത്തമാനം പറഞ്ഞ് ഞാൻ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ചാലിശ്ശേരി വാണിഭം കാണാത്തവർ എൻ്റെ കൂടെ പോന്നോളൂ കേട്ടോ. നമുക്ക് ഒരുമിച്ച് കണ്ട് ആസ്വദിച്ച് നടക്കാം.
ഞങ്ങൾ ചിലപ്പോൾ മേളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം മേളം കണ്ട് ആസ്വദിച്ച് നിന്നു. അതിന് ശേഷം ഞങ്ങൾ തൊഴാൻ പോയപ്പോൾ ക്യാമറ ഓഫ് ചെയ്തേ. വാവ്, നാവിൽ വെള്ളം വന്നു അല്ലേ. നെല്ലിക്ക, മാങ്ങ, അമ്പഴങ്ങ എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു. ആ ഗ്രാസിൻ്റെ മാറ്റ് വിരിച്ചിട്ട് ലൈറ്റും കൂടി ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇനി നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കേ, കണ്ടോ കൈരേഖ പറയുന്നവർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഗ്രൗണ്ട് ഫുള്ളും അമ്മമാരും അച്ഛന്മാരും ഒത്തിരി പേരുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരു വിളക്ക് വെച്ചിട്ട് എല്ലാവരുടെ മുമ്പിലും ഒരു വിളക്ക് ഉണ്ടാവും. അപ്പോൾ ആ വിളക്ക് വെച്ചിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അറ്റം വരെ ഉണ്ട് കേട്ടോ. ഈ ഒരു കാഴ്ച നിങ്ങളുടെ ഭാഗത്തും പൂരപ്പറമ്പിൽ കാണാറുണ്ടോ? കണ്ട് മറന്നിട്ടുള്ള കാഴ്ചയാണ്. പക്ഷെ ഞാൻ ഒത്തിരി നാൾക്ക് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. പാലക്കാടൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇത്ര നാളും അവിടെ പാലക്കാടുള്ളപ്പോൾ പൂരത്തിനൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. കണ്ടോ, അങ്ങ് ദൂരെയൊക്കെ ആ വിളക്കിൻ്റെ നാളം കാണുന്നത് കണ്ടോ? അത് മുഴുവനും അവരാണ് കേട്ടോ. ഉണ്ടാവാറുണ്ട് 2 3 വിരലിലെണ്ണാവുന്ന അത്രയും. പക്ഷെ ഇത്രയും അധികം കൈനോട്ടക്കാരെ ഞാൻ ഇവിടെയാണ് കേട്ടോ കാണാറ്. ഇത് പണ്ട് മുതലേ ഇവിടെ ഇങ്ങനെ ഉണ്ടാവാറുണ്ടെന്ന് ഏട്ടൻ പറഞ്ഞു കേട്ടോ. അവരുടെ നാടെല്ലാം അവർ പോവാറുള്ളതാണല്ലോ. ഞാൻ മാത്രമാണ് ആദ്യമായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ആ ഒരു ഫാമിലി കണ്ടോ, അവർ കമ്പനിപ്പടിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ പൂരം കാണാനായിട്ട്. അതായത് എൻ്റെ വീടിൻ്റെ ഭാഗം കമ്പനിപ്പടിയാണ്. അപ്പം ഞങ്ങൾ പരിചയപ്പെട്ടു. ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കുന്ന വന്നപ്പോൾ അവർക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ട് ഞങ്ങളായിട്ട് സംസാരിച്ചു, പരിചയപ്പെട്ടു. പൂരം ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് പൂരപ്രേമികൾക്ക് കാവശ്ശേരി പൂരം, നെന്മാറ വേല, ഉത്രാളിക്കാവ് പൂരം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ചാലിശ്ശേരി പൂരം. അവർ ചാലിശ്ശേരിയിൽ വന്നിട്ടുണ്ടാവും, പൂരം ആസ്വദിക്കാറുള്ളവരായിരിക്കും. പക്ഷെ എന്നെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇനി നോക്കിക്കോട്ടോ, എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം. എൻ്റെ അമ്മേ, നല്ല തിരക്കുണ്ടല്ലോ. സൂക്ഷിച്ച് നോക്കിക്കേ. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം മക്കളെ. തെരണ്ടിയാണ് ഇരിക്കുന്നത്. തെരണ്ടി എന്ത് വലിയ തെരണ്ടിയാണെന്നറിയോ? എൻ്റെ ക്യാമറയിൽ കൊള്ളുന്നില്ല. അത്രയും വലിയ തെരണ്ടിയും സ്രാവാണ് അവിടെ ഇരിക്കുന്നത്. ഇഷ്ടം പോലെ ഇതിനെ പൊതിഞ്ഞ് ജനങ്ങളും ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ മീൻ കച്ചവടക്കാരായിരുന്നു കേട്ടോ. കൊമ്പൻ സ്രാവുണ്ട്, തെരണ്ടി ഉണ്ട്, പിന്നെന്തോ ഓലയോ അങ്ങനെ എന്തോ ഒരു മീനും കൂടെ പറഞ്ഞോട്ടല്ലേ, എനിക്ക് പേരറിയുന്നില്ല. ആവോലി ഉണ്ടായിരുന്നു. അതിൽ മെയിൻ സ്രാവാണ്.
അപ്പോൾ എല്ലാവിടെയും മെയിൻ ഐറ്റം സ്രാവാണ്. ബാക്കിയൊക്കെ സപ്പോർട്ടിങ് മീനുകളാണ്, കേരയാണെങ്കിലും ആവോലിയാണെങ്കിലും. പക്ഷേ എല്ലാവരുടെയിലും സ്രാവാണ് ഏറ്റവും കൂടുതൽ. ചാലിശ്ശേരി വാണിഭത്തിന് സ്രാവിനാണ് പ്രാധാന്യം. അവിടെ സ്രാവ് വാങ്ങിക്കാൻ പോകുന്നില്ലേന്നാണ് എല്ലാവരും ചോദിക്കുക. അത്രയും നിൽക്കുന്ന, അതായത് കച്ചവടക്കാരിൽ ഫുള്ളും സ്രാവ് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരേ സാധനം തന്നെ ആയതുകൊണ്ടും പിന്നെ എല്ലാവരുടെയും വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കേണ്ട നിങ്ങൾ, അതായത് വീഡിയോ ലോങ് ആയി പോവാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തിക്കി നിറങ്ങി ക്യാമറയും കൊണ്ട് പോകാൻ എളുപ്പമല്ല. അപ്പോൾ പിന്നെ ഞാൻ എല്ലാവരുടെയും ഒന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഞാനെൻ്റെ ഈ അറ്റം തൊട്ടിട്ട് അറ്റം വരെ ഇടയിലേക്ക് കാണുന്ന ഈ കൂടി നിൽക്കുന്നത് ഫുള്ള് മീനാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ, മീൻ കച്ചവടം ഇവിടുത്തെ മെയിനാണ്. മീൻ കച്ചവടത്തിൽ സ്രാവാണ് വാണിഭത്തിലെ രാജാവ്. നാട്ടിലെ ഉത്സവങ്ങൾക്ക് പോയാൽ ഇങ്ങനെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അയൽവാസിയും പിന്നെ ഏട്ടൻ്റെ സ്റ്റുഡൻറ്റും കൂടെയാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ കുശലൊക്കെ പറഞ്ഞു നിന്നു. പൂരപ്പറമ്പിൽ പോയാൽ ഒന്നും വാങ്ങിക്കാതെ ഇങ്ങനെ തിരിച്ചു പോരുക. അപ്പോൾ കുറച്ച് ഉഴുന്നുവടയും കുറച്ച് ഈന്തപ്പഴവും വാങ്ങിച്ചു വിടാം. മുമ്പെയൊക്കെ പൂരപ്പറമ്പിൽ പോയാൽ ഇതൊന്നും വാങ്ങിക്കാൻ പാടില്ല എന്നാണ് അച്ഛൻ്റെ ഓർഡർ. അച്ഛൻ ഞങ്ങൾ പൂരത്തിന് പോയി വരുമ്പോഴത്തേനും ബേക്കറി പോയിട്ട് എല്ലാ ഐറ്റംസും വീട്ടിൽ നിറയെ മേടിച്ചിട്ട് വരും. അതും പൂരപ്പറമ്പിൽ പൊടി പിടിച്ചത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ബേക്കറി പോയിട്ട് നല്ലത് മാത്രം മേടിച്ചിട്ട് വരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ ആലോചിച്ചു കേട്ടോ, പഴയ സുവർണ്ണ കാലഘട്ടം. അപ്പോൾ ചാലിശ്ശേരി വാണിഭം കാണാത്തവർക്കായി ഷെയർ ചെയ്ത ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.